നിങ്ങളുടെ കുട്ടിക്ക് 9ാം ക്ലാസ്സിന് മുൻപ് ഇത്തരം ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ പരീക്ഷണം നടത്താം. വരും ആഴ്ചയിലെ വീട്ടിലെ ഒരു ചെറിയ കാര്യം, അതായത് ഉദാഹരണത്തിന് പൂന്തോട്ടം നനയ്ക്കുന്നതോ അല്ലെങ്കിൽ വീടിന്റെ ഒരു ഭാഗം അടുക്കി വെക്കുന്നതോ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന് വിട്ടുകൊടുക്കുക. അവർ അത് മറന്നുപോയാൽ ഉടനെ അവരെ ശകാരിക്കാൻ നിൽക്കാതെ പകരം ആ കാര്യം നടക്കാത്തത് കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുക. ഇതാണ് ഒരു ഓഫീസറെ വളർത്താനുള്ള ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രെസ് റെസ്പോൺസ് പാറ്റേൺ. ഇത് വെറും ഒരു സ്വഭാവമല്ല, ഒരു ബയോളജിക്കൽ വയറിംഗ് ആണ്. പരീക്ഷാ ഹാളിലോ കളിക്കളത്തിലോ അപ്രതീക്ഷിതമായ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ കരഞ്ഞു തളർന്നു പോകാറുണ്ടോ, അതോ ഇനി എന്ത് ചെയ്യാമെന്ന് ശാന്തമായി ചിന്തിക്കാറുണ്ടോ? ഒരു യുദ്ധകളത്തിലോ ഒരു ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷനിലോ അപ്രതീക്ഷിതമായ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ ഓഫീസർ പാനിക്കായാൽ അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, കൂടെയുള്ള 10ഓളം പേരുടെ ജീവനെ കൂടി ബാധിക്കും. അതുകൊണ്ട് SSB ഇന്റർവ്യൂവിൽ ഓഫീസേഴ്സ് നോക്കുന്നത് നിങ്ങളുടെ മക്കൾ എത്ര വലിയ കണക്കുകൂട്ടും എന്നല്ല, മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എത്ര വേഗത്തിൽ കൃത്യമായി തീരുമാനമെടുക്കും എന്നാണ്. സമ്മർദ്ദമുണ്ടാകുമ്പോൾ തളരാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് ഡിഫൻസിന് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്.